സംസ്ഥാന കായികമേളയിലെ ആദ്യ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ പാലക്കാടിനാണ് മുന്നേറ്റം. 4 സ്വർണ്ണമാണ് പാലക്കാട് സ്വന്തമാക്കിയത്. 100 മീറ്റർ മത്സരങ്ങൾ ഉൾപ്പെടെ ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട്. മറ്റ് ഗെയിംസ് മത്സരങ്ങളും പുരോഗമിക്കുകയാണ്. ആതിരയുണ്ട് വിവരങ്ങളുമായി. ആതിര, ഈ കായികമേളയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ അത്ലറ്റിക്സ് മത്സരങ്ങളൊക്കെയാണ്. മത്സരങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? കായികമേള അതിന്റെ ട്രാക്കിലേക്കൊക്കെ ഉണർന്നു കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ മത്സരങ്ങളൊക്കെ ആരംഭിച്ചു. ഇന്ന് ആ വേഗതാരത്തെ അറിയാം. അത്തരത്തിൽ 100 മീറ്റർ മത്സരങ്ങളൊക്കെ ഇന്നാണ്, അത്ലറ്റിക് മത്സരങ്ങളൊക്കെ ഇന്നാണ് ആരംഭിക്കുക. മറ്റ് ഗെയിംസുകളും വിവിധ വേദികളിലായി നടക്കുന്നുണ്ട്. 12ഓളം വേദികളിലായി നിരവധി മത്സരങ്ങളാണ് ഇന്ന് നടക്കുക. ജൂഡോ, അതുപോലെ തന്നെ കബഡി മുതലായ ഗെയിംസ് മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി അത്ലറ്റിക് മത്സരങ്ങൾ ഇന്ന് മുതലാണ് ആരംഭിക്കുക. വേഗതാരത്തെ ഇന്നറിയാം. മത്സരങ്ങളെല്ലാം തന്നെ വേദികളിലൊക്കെയായി പുരോഗമിക്കുകയാണ്. 100 മീറ്റർ മത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. ഇന്ന് ഇപ്പോൾ 3000 മീറ്റർ മത്സരങ്ങളാണ് നടക്കുന്നത്. 3000 മീറ്റർ ജൂനിയർ ബോയ്സ്, സീനിയർ ബോയ്സ്, അതുപോലെ തന്നെ ജൂനിയർ ഗേൾസ്, സീനിയർ ഗേൾസ് മത്സരങ്ങളാണ് നടക്കുന്നത്. പാലക്കാടിന്റെ ഒരു കുതിപ്പാണ് ഇന്ന് ഈ കായികമേളയിൽ കാണാൻ സാധിക്കുന്നത്. നിരവധി കുട്ടികളാണ്, ഈ പാലക്കാടിന്റെ കുട്ടികളാണ് ഇത്തരത്തിൽ കായികമേളയിൽ സ്വർണ്ണ നേട്ടം സ്വന്തമാക്കിയത്. ഏകദേശം ഇതിനോടകം തന്നെ നാലോളം സ്വർണ്ണ മെഡലുകൾ ഈ കായിക താരങ്ങൾ, പാലക്കാടിൽ നിന്നുള്ള കൗമാര കായിക താരങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. 3000 മീറ്റർ ബോയ്സിലും ജൂനിയർ ബോയ്സിലും അതുപോലെ തന്നെ സീനിയർ ഗേൾസ്, ജൂനിയർ ഗേൾസ് വിഭാഗങ്ങളിലും പാലക്കാടിനാണ് സ്വർണം സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഏതായാലും പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരമാണ് മുന്നിൽ. ഏറ്റവും കൂടുതൽ പോയിന്റോടുകൂടി തിരുവനന്തപുരം തന്റെ സർവാധിപത്യം തുടരുകയാണ്. ഇന്നലെ മുതൽ തിരുവനന്തപുരം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ടു പിന്നിൽ കണ്ണൂരുണ്ട്, അതിനും പിന്നിൽ കോഴിക്കോടുണ്ട്. അങ്ങനെ 3 സ്ഥാനങ്ങളിലും ജില്ലകൾ തുടരുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി മത്സരങ്ങളൊക്കെ തന്നെ അവസാനിക്കുമ്പോൾ ഈ പോയിന്റ് നിലയൊക്കെ തന്നെ മാറി മറിയാം. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്, മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഒരുപക്ഷെ ആ മത്സരങ്ങളൊക്കെ തീരുമ്പോൾ ഈ പോയിന്റ് പട്ടിക ഇതൊരു അന്തിമമായിട്ടുള്ള ഒരു വിധിയൊന്നുമല്ല. കാരണം ഈ പോയിന്റ് പട്ടികയിലൊക്കെ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇന്നത്തെ മത്സരം ഒരുപക്ഷെ അവസാനിക്കുമ്പോൾ ഈ പോയിന്റ് നിലയിൽ തന്നെ വലിയൊരു വ്യത്യാസം ചിലപ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും നിലവിൽ ഈ മത്സരങ്ങളൊക്കെ തന്നെ അതാത് വേദികളിൽ കൃത്യമായ സമയങ്ങളിൽ ആരംഭിച്ച് പുരോഗമിക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടി ഈ മത്സരങ്ങളുടെയൊക്കെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളും ആരംഭിക്കും. ഏകദേശം ചിത്രം ഇന്ന് ഈ അത്ലറ്റിക് മത്സരങ്ങൾ കൂടി ആരംഭിക്കുന്നതോടെ ഈ കായികമേളയുടെ ചിത്രം തന്നെ മാറി മറിയാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും നിലവിൽ മത്സരങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. പാലക്കാടിന്റെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുക.